ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ക്ഷേത്ര ദർശനം എന്നതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഗുണങ്ങളാണ് നേടുന്നത് എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിലും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ദേവൻ കുടികൊള്ളുന്ന കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ക്ഷേത്ര ആചാരങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളിലേക്ക് പൂർണ്ണമായിട്ടുള്ള ആ ക്ഷേത്ര ചൈതന്യവും ആ ഭഗവാന്റെ ചൈതന്യവും ഒക്കെ നമ്മളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഏറ്റവും ശുദ്ധതയോടെ ആവണം ക്ഷേത്ര ദർശനത്തിന് പുറപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഈശ്വരാരാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളെ, എണ്ണ മുതലായവയൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വഴിപാട് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച് അവിടെ നൽകണം. എങ്കിൽ മാത്രമേ ആരാധന നമ്മളുടേതായി മാറുകയുള്ളൂ. നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്ന രീതിയിലാവണമെങ്കിൽ നമ്മളൊരു പുഷ്പമെങ്കിലും ഭഗവാന് സമർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ ഭഗവാനെ ആരാധിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആരാധന നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഒരു തുടം എണ്ണയോ എന്തായാലും നമ്മൾ ആ ഒരു ഭഗവാനത് അർപ്പിക്കുക തന്നെ വേണം. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ പുഷ്പമൊക്കെ കൊണ്ടുപോകാനുള്ള ആളുകൾക്ക് അത് കൊണ്ടുപോയി ഭഗവാന് സമർപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ വഴിപാട് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച് ഭഗവാന് സമർപ്പിക്കാം കേട്ടോ. എന്തായാലും ഒരു പുഷ്പമെങ്കിലും സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലാനായിട്ട്. അതുപോലെ തന്നെ യാത്രയിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി അങ്ങനെ തങ്ങി നിൽക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാവരുത് നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നേരെ ക്ഷേത്രത്തിൽ തന്നെ പോകണം. നമ്മുടെ ലക്ഷ്യം ക്ഷേത്രം തന്നെ ആയിരിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലുമൊക്കെ വീടുകളിലൊക്കെ കയറി, കടകളിലൊക്കെ കയറി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ക്ഷേത്രത്തിലൊക്കെ ചെല്ലുക, അങ്ങനെ അതല്ല കേട്ടോ. നമ്മൾ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണെന്നുള്ള വിശ്വാസത്തിൽ അവിടേക്ക് തന്നെ ലക്ഷ്യം വെച്ചിട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ജപനാമങ്ങളൊക്കെ ഉരുവിട്ട് ദേവനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് അശുദ്ധമൊന്നും ഏൽക്കാതെ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ കാണാനായിട്ട് ഒരുങ്ങുന്ന രീതിയിൽ, നമ്മുടെ മനസ്സ് ഭഗവാനെ കാണാനായിട്ട് കൊതിക്കുന്ന രീതിയിൽ വേണം ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട്. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം ആദ്യം ആലിനെ 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം. മൂലത്തിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കുടികൊള്ളുന്നതായി സങ്കല്പിക്കുന്ന ആലിൽ നിന്നാണ് ഈശ്വര ചൈതന്യം ആരംഭിക്കുന്നത്. ധാരാളം പ്രാണോർജം അഥവാ ഓക്സിജൻ പ്രദാനം ചെയ്യുവാൻ ഈ ആലിന് കഴിവുണ്ട്. തുടർന്ന് നമ്മൾ മതിലിനകത്ത് കയറി 3 പ്രദക്ഷിണവും വെക്കണം. പ്രദക്ഷിണം വെച്ച് അകത്ത് പ്രവേശിക്കാം. അപ്പൊ അകത്ത് കയറുമ്പോൾ മുമ്പിൽ ദർശിക്കുന്ന വിഗ്രഹത്തെ നോക്കി മനസ്സിൽ ധ്യാനിച്ച് ഒതുക്കുകല്ലിൽ തൊട്ട് വന്ദിച്ച് വലതുകാൽ ആദ്യം വെച്ച് വേണം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറാനായിട്ട്. ഇതൊരു അനുവാദം വാങ്ങിയുള്ള പ്രവേശിക്കലാണ്. നമ്മൾ ഭഗവാന്റെ ആ തിരുസന്നിധിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ഭഗവാനോട് മനസ്സുകൊണ്ട് അനുവാദം ചോദിക്കണം. അപ്പോൾ ആ ഒരു അനുവാദം ചോദിക്കലാണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അകത്തെ പ്രദക്ഷിണത്തേക്കാൾ 3 ഇരട്ടി ഫലം പുറത്തെ പ്രദക്ഷിണത്തിന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ വലം വെക്കുമ്പോൾ ഒരു പാദം മറ്റൊരു പാദത്തിൽ സ്പർശിച്ചും കൈകൾ താമരമുട്ടുകൾ പോലെ കൂപ്പിയും താടികളിൽ സ്പർശിക്കാതെയും സംസാരം ഒഴിവാക്കി നാമം ജപിച്ചും മനസ്സ് ഏകാഗ്രമാക്കിയും വേണം നമ്മൾ ആ ഒരു പ്രദക്ഷിണം നടത്തുവാനായിട്ട്. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിന് നടക്ക് നേരെ നിൽക്കാതെ ഇടത്തേക്കോ വലത്തേക്കോ ചേർന്ന് ഏതാണ്ട് ഒരു 30 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നിന്ന് വേണം തൊഴാനായിട്ട്. ദൈവ ചൈതന്യം നമ്മളിലേക്ക് സർപ്പാകൃതിയിലാണ് വരുന്നത് എന്നാണ് വിശ്വാസം. അതായത് ഇങ്ങനെ വളഞ്ഞ് നമ്മൾ എന്താ പറയുക, സർപ്പങ്ങൾ കിടക്കുന്ന രീതിയിലാണ് ഈ ദൈവ ചൈതന്യം നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സൈഡിലേക്ക് മാറി നിന്ന് ഭഗവാനെ തൊഴണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ദൈവ ചൈതന്യം നമ്മളിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. യഥാസ്ഥാനത്ത് നിന്ന് തൊഴുത ശേഷം ഭൂമിയെ തൊട്ട് വന്ദിച്ച് തങ്ങളുടെ വലതു ഭാഗത്ത് പ്രതിഷ്ഠ വരത്തക്ക വണ്ണം വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യാനായിട്ട്. ഏകാഗ്രമായ മനസ്സോടെയാവണം തൊട്ട് നെറുകയിൽ നമ്മൾ വെക്കുന്നത്. ധൃതിയിൽ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടില്ല. എല്ലാത്തിനും ഒരു പതിയെ, ഏറ്റവും പതിയെ എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുവാനായിട്ട്. പ്രദക്ഷിണ വേളകളിലുള്ള ഉപദേവന്മാരെ അതാത് നാമങ്ങൾ ജപിച്ചും മന്ത്രങ്ങൾ ഉരുവിട്ടും വന്ദിക്കേണ്ടതാണ് കേട്ടോ. അതേപോലെ തന്നെ ഗണപതി ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏത്തമിടുന്നതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഏത്തമിടുന്നതെന്ന് ഞാനൊന്ന് പറയാം.
കാലുകൾ പിണച്ചു വെച്ച്, അതായത് വലതുകാല് ഇടത് ഭാഗത്തേക്കും ഇടതുകാല് വലതു ഭാഗത്തിന്റെ മുമ്പിലായും വരത്തക്ക വണ്ണം കൈകളിൽ ഇടത് കൈ വലത്ത് ചെവിയിലും വലത് കൈ ഇടത് കൈയിന്റെ മുന്നിലായും ഇടത് ചെവിയിൽ ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ച് കൈമുട്ടുകൾ നിലത്ത് മുട്ടും വിധം കാൽമുട്ട് വളച്ച് കുനിഞ്ഞ ഏത്തവിടുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഗണപതി ഭഗവാനെ സ്തുതിക്കേണ്ടത്. ഇത് 72,000 നാടുകളെയും ഉണർത്തി ഉന്മേഷമാനാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സമസ്ത ജീവരാശിയുടെയും ചെയ്തുപോയ പാപങ്ങൾക്ക് ക്ഷമയാചിക്കുന്നു എന്നാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെയുള്ള സങ്കല്പം. അതിനുശേഷം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ നടത്തുന്ന വഴിപാടുകളൊക്കെ നമുക്ക് ചീട്ടാക്കിയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ ചെറിയ താമസങ്ങളൊക്കെ വന്നേക്കാം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. അതുപോലെ നമ്മുടെ വഴിപാട് അകത്ത് നടക്കുന്ന സമയത്ത് പൂർവ്വ ശ്രദ്ധയോടുകൂടി അതിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ ശരീരം ആ ഒരു വിഗ്രഹത്തിൽ ആ ഭഗവാന്റെ പാദത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വേണം ആ ഒരു തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കാനായിട്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർത്ഥം സ്വീകരിക്കുക. നമ്മൾ തീർത്ഥം എന്ന് പറയുന്ന പുണ്യമാണ്. ക്ഷേത്ര ദർശനത്തിന്റെ മുഖ്യ ചടങ്ങുകളിൽ ഒന്നാണ് നമ്മൾ തീർത്ഥം സേവിക്കുക എന്നുള്ളത്. അപ്പൊ പാദസ്പർശവും തീർത്ഥജല സ്വീകരണവും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അല്പം തീർത്ഥം മാത്രമേ നമുക്ക് അതിനു വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. കൈവെള്ളയിൽ സ്വീകരിക്കുന്ന ആ തീർത്ഥം കൈരേഖയിലൂടെ അല്പം അഭിമുഖമായി ഒഴുകി പാനം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചുണ്ടുകൾ മാത്രമേ നനയ്ക്കേണ്ടതുള്ളൂ. ഉള്ളിലേക്ക് നമ്മൾ അധികം ഇറക്കണം എന്നില്ല. തുടർന്ന് മുഖത്തും ശിരസിലും സ്പർശിച്ച് ശേഷമുള്ളത് നമ്മുടെ നമ്മുടെ ദേഹത്തേക്ക് തളിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ തീർത്ഥം സ്വീകരിക്കലും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടത്തേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ചന്ദനം സ്വീകരിക്കല്, അതും നമ്മൾ ക്ഷേത്ര ദർശനത്തിൽ പറയേണ്ട കാര്യമാണ്. അതുപോലെ ഭഗവത് പ്രസാദമായിട്ടാണ് നമ്മൾ ചന്ദനം സ്വീകരിക്കേണ്ടത്. വലത് കൈയിൽ വാങ്ങി ഇടത് കൈയിലേക്ക് പകർന്ന് വലത് കൈയുടെ മോതിര വിരലുകൊണ്ട്, അതിന്റെ മോതിര വിരലിന്റെ ആഗ്രഹം കൊണ്ട് ചന്ദനം നമ്മുടെ നെറ്റിയിൽ തൊടുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ നെടുകയും പുരുഷന്മാർ കുറുകയും, ഗോപിക്കുറി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയും വരയ്ക്കുന്നത് നമ്മൾ നല്ലതാണ് കേട്ടോ. ഈ സമയങ്ങളിൽ പ്രതിഷ്ഠയ്ക്ക് അനുസൃതമായ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഇരിക്കുന്നതും വളരെ നല്ലതാണ്. സ്ത്രീകൾ നെറ്റിക്ക് പുറമെ കണ്ടത്തിലും പുരുഷന്മാർ മാറിടത്തിലുമാണ് തുടർന്ന് ചന്ദനം തൊടേണ്ടത്. അപ്പൊ നമ്മൾ ഭഗവാനെയൊക്കെ നന്നായിട്ട് തൊഴുത് തീർത്ഥവും ചന്ദനവും ഒക്കെ നമ്മൾ അവിടെ നിന്ന് സ്വീകരിച്ച്, അതുപോലെ നമ്മൾ വഴിപാടൊക്കെ നടത്തി അതെല്ലാം സ്വീകരിച്ച് ഏറ്റവും ലാസ്റ്റ് ആ വഴിപാടൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ഷേത്ര പൂജാരിക്ക് നമ്മളെ ദക്ഷിണയൊക്കെ നൽകി അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരന്റെ ചൈതന്യം നമ്മളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ ഒരു ഈശ്വര ചൈതന്യം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ക്ഷമയോടുകൂടി ഏറ്റവും നല്ല മനസ്സോടുകൂടി ആ തിരുസന്നിധിയിൽ നമ്മൾ പോവേണ്ടതായിട്ടുണ്ട്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത്രയും മനസ്സിനെ അർപ്പിച്ച് നമ്മൾ മറ്റുള്ള വിചാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഭഗവാനെ മാത്രം മനസ്സിൽ നിറച്ച് ആ സമയത്ത് ആ ഒരു ക്ഷേത്ര പരിസരത്ത് നമ്മൾ നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ ആചാരം അനുസരിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്കുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും നമ്മുടെ പരമ്പരയ്ക്ക് സർവ്വ ഐശ്വര്യവും നമ്മുടെ ജോലിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സർവ്വ ഐശ്വര്യവും നമുക്ക് ഉണ്ടാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഭക്തരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.